ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരാളെ വളരെയധികം സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, ഒരുപാട് കെയർ ചെയ്തു. പക്ഷേ ആ വ്യക്തിയുമായിട്ട് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേക്കും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയി. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്നല്ലേ? അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ ഇട്ടേച്ചു പോയ സമയത്ത് നിങ്ങൾ കടന്നുപോയ ഒരു മാനസികാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടേറിയതായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്കത് റീഅട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾക്ക് അവരോടുള്ള അഡിക്ഷനാണ്. നമ്മൾ ഒരാളെ വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് പ്രണയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അയാളോടുള്ള ഒരു ചേസിങ് കൂടും. എപ്പോഴും അയാളുടെ പുറകെ ആയിരിക്കും നമ്മുടെ തോട്ട്സ്, നമ്മുടെ മൈൻഡ് എല്ലാം. നമുക്ക് വേറൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ആ ഒരു റീഅട്രാക്ഷൻ പവർ നമുക്ക് കിട്ടത്തില്ല. മാത്രമല്ല, നമ്മൾ ആ നടന്ന ഇൻസിഡൻറ്റും പാസ്റ്റിനെയും പറ്റിയിട്ടായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക, ഫീൽ ചെയ്യുന്നുണ്ടാവുക, വിഷ്വൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ഔട്ട്പുട്ടാണോ വേണ്ടത്? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യല്ലേ വേണ്ടത്? അപ്പോൾ അവരുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത് സിങ്കായി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മൊമെൻ്റാണ് നമുക്ക് കാണേണ്ടത്. നമ്മുടെ ഔട്ട്പുട്ട് അതാണ്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് വരാനും അത് ഫീൽ ചെയ്യാനും ഇമാജിൻ ചെയ്യാനും കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു, അഡിക്ഷനാണ്. അഡിക്ഷൻ കൂടുമ്പോൾ ചേസിങ് വരും. ഇത് രണ്ടുമാണ് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഔട്ട്പുട്ട് കറക്റ്റ് വിഷ്വൽ ചെയ്യുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാനും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം അഡിക്റ്റഡ് ആണ് ഞാൻ, വളരെയധികം ഒരാളെ ചേസ് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയുമായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഈ കോഴ്സിലോട്ട് വരുമ്പോൾ ഇതിൽ 21 ഡേയ്സ് നിങ്ങൾക്ക് ഡേ ബൈ ഡേ ആയിട്ട് പ്രോപ്പർ ഗൈഡൻസ് തരും. അതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അവരോടുള്ള ഒരു അഡിക്ഷൻ കുറഞ്ഞു വരും. അതോടൊപ്പം തന്നെ ചേസിങ് മെൻറ്റാലിറ്റി കുറയും. ഇത് രണ്ടും കുറഞ്ഞു വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാനും അത് മാക്സിമം ഫീൽ ചെയ്യാനും പറ്റും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാനും അവരുടെ കൂടെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അത് യാഥാർത്ഥ്യമാകും, പോസിബിൾ ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല. ജോസഫ് മർഫി എന്ന് പറയുന്ന ഒരു വ്യക്തി മൈൻഡിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞതാണ്. അത് ആളുകളുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും വിശ്വസിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കോഴ്സിൽ വന്നിട്ട് ഡീപ്പായിട്ട് ഇതിനെ പറ്റി പഠിക്കാനും നിങ്ങളുടെ അടുത്ത് നിന്നും പിണങ്ങിപ്പോയ വ്യക്തികളെ റീഅട്രാക്ട് ചെയ്യുകയും അവരുമായിട്ടുള്ള നല്ല സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓപ്പണായിട്ട് പറയാം. സൊല്യൂഷൻസ് ഞങ്ങൾ നൽകുന്നതാണ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നമസ്തേ.